പവർ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചവർ സീനിലേക്ക് പോകുന്ന പോലെ. ഇപ്പോൾ എത്ര പണം ഉണ്ടെങ്കിലും എത്രത്തോളം ലോകം വെട്ടിപ്പിടിച്ചാലും ഒരുവൻ വന്നു ചേരുന്നത് ആ ഒരു വാല്യൂസിലാണെന്നുള്ളത്. ആളുകൾ ആങ്സൈറ്റിയോടെ ഇരിക്കുമ്പോൾ അതിനെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. വേണ്ട രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയോ ആളുകൾക്കെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതിൽ വിഷമമുണ്ട് സത്യത്തിൽ. പുഷ്പ ഫസ്റ്റ് ഹാഫ് ഉള്ളൊരു ത്രില്ലർ സെക്കൻഡ് ഹാഫിലില്ല. അത് ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം അത്രയും ഒരു മാസ് പടമായിട്ട് വന്നിട്ടൊരു മോശം ആ ഒരു ഇതിലേക്ക് പോയി. പവർ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചവർ സീനിലേക്ക് പോകുന്ന പോലെ. അതായത് അത്രയും ഒരു പവറിൽ വന്നിട്ട് വളരെ വളരെ ലോയിലാണ് പോകുന്നത്. അത് ഭയങ്കര ഒരു സറ്റയർ വന്നാൽ നമുക്ക് ചിരിക്കാൻ തോന്നുന്ന ഒരു സാധനങ്ങളല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. ഇത്രയും കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പുഷ്പ 2 നമ്മളെല്ലാവരും വളരെയധികം ആങ്സൈറ്റിയോടെ കാത്തിരുന്ന ഒരു സിനിമയാണല്ലോ. സോ എനിക്കിഷ്ടപ്പെട്ടത് നവീൻ ഭായിയുടെ എഡിറ്റിങ്, അതേപോലെ ക്യൂബ സിനിമാറ്റോഗ്രാഫർ, അവരെല്ലാം പോളിഷ് സിനിമാറ്റോഗ്രാഫറാണല്ലോ. ആ പുള്ളി അതൊക്കെ പക്ക, അതൊക്കെ സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ രാജാ സാറാണ് എനിക്ക് തോന്നുന്നത് സൗണ്ട്, അതെല്ലാം സൗണ്ട് എഫക്റ്റും ബാക്കിയുള്ളെല്ലാം സംഭവങ്ങൾ സെറ്റാണ്. അവരുടെ ഒരു എഫേർട്ടിനെ മാനിക്കുന്നു. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത് ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ ഒരു എഫേർട്ടിനെ മാനിക്കുന്നു. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഇത്രയും കോടികൾ ചിലവാക്കേണ്ടതെന്നുള്ള നമ്മുടെ ഒരു എളിയ റിക്വസ്റ്റാണ്. സുകുമാർ സാറിനെ പോലെ ഒരാൾക്ക് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമുണ്ട്. അപ്പോൾ അത്രയും ഒരിത് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു സിനിമ, ഇത്രയൊരു പാൻ ഇന്ത്യൻ മൂവി ആകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു. അതിൽ വിഷമമുണ്ട് സത്യത്തിൽ. അങ്ങനെ പക്ക നെഗറ്റീവ് പറയാനില്ല. കാരണം ഇത്രയും വലിയൊരു എഫേർട്ട് അവരെടുത്തിട്ടുള്ള ഫുൾ ടീമിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുമ്പം എല്ലാ കാര്യത്തിലും CG ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും ആർട്ടായാലും കോസ്റ്റ്യൂം ആയാലും എല്ലാത്തിനും അവരുടേതൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഏത് സ്റ്റേറ്റുകാർ ചെയ്താലും നമ്മളതിനെ മാനിക്കണം. പിന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു ക്ലീശ സാധനം ഉണ്ടല്ലോ, തെലുങ്ക് പടങ്ങളിലും പഴയ തമിഴ് പടങ്ങളിലും കണ്ടിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എല്ലാത്തിലും ഉപരി എനിക്ക് തോന്നുന്നു അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് പണത്തേക്കാൾ ഉപരി നമ്മളുടെ സിബ്ലിങ്സ്, നമ്മുടെ സഹോദര സ്നേഹം, ഫാമിലി, ആ വാല്യൂസിനൊക്കെ മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം പോലെയാണ്. അതിനകത്തൊരു സാധനം പറഞ്ഞു വരുന്നത് അതാണ്, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എത്ര പണം ഉണ്ടെങ്കിലും എത്രത്തോളം ലോകം വെട്ടിപ്പിടിച്ചാലും ഒരുവൻ വന്നു ചേരുന്നത് ആ ഒരു വാല്യൂസിലാണെന്നുള്ളത്. ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് വേണ്ട രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയോ ആളുകൾക്കെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. എനിക്ക് തോന്നുന്നത് ഫാഫ ആണ് ഇതിനകത്ത് കിടുക്കാച്ചി ഒരു പോലീസ് ഓഫീസറായിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു അല്ലുവിനേക്കാളും ഒരുപടി മോളിൽ നിൽക്കുന്നൊരു അഭിനയം, അത് നമ്മുടെ സ്വന്തം ഭഗതായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അല്ലുവും എല്ലാവർക്കും മലയാളികൾക്ക് ഒരുപാട് സ്വീകാര്യനായ ആൾ തന്നെയാണ്, അത് വില കുറച്ച് കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു താരതമ്യേന കമ്പാരിറ്റീവ്ലി എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് തോന്നുന്നു ഫഗതാണ് ആ റേഞ്ച് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ബ്രില്യൻ്റ് ആക്ടർ എന്നുള്ള നിലയിൽ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. എടുത്തു പറയത്തക്കത് ചില സാധനങ്ങളൊക്കെ ഭയങ്കര, അതായത് സറ്റയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു സാധനങ്ങളുണ്ട്, അതൊന്നും ആളുകൾക്ക് അങ്ങോട്ട് അത്രയും ദഹിക്കുന്നില്ല. പിന്നെ ഇപ്പം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡും ഇപ്പോൾ ഒരു എന്താ പറയുന്നത് വുഡ് സ്മഗ്ലിംഗ് ഒക്കെ ആണല്ലോ ഇതിനകത്ത് വരുന്നത്. ആ ഒരു സാധനം അതിൻ്റെ ഒരു പവർ പാക്കിൽ വന്നിരുന്നെങ്കിൽ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേനെ. അതാണ് ഇന്നത്തെ ജനറേഷൻ. അതിൽ ഫാമിലിയും കണക്ട് ചെയ്തതിനും കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് ഫാമിലി വാല്യൂസ് കാണിക്കണം. പക്ഷേ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന വേറൊരു തരത്തിലേക്ക്, മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വന്നിട്ട് ഫാമിലിയെ ബേസ് ചെയ്ത് പോകുന്നൊരു സാധനമായിട്ട്, അതൊരു ക്ലീശ സാധനമായിട്ട് തോന്നി. എല്ലാത്തിലും നമ്മൾ കാണുന്നുണ്ട് ഒരു സഹോദരിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ടിനെയോ ഒക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു, അവരെ രക്ഷിക്കുന്ന ഒരു നായകൻ, അങ്ങനെ വരുന്നു, അതിൽ വിജയിക്കുന്ന നായകൻ, അങ്ങനെ അതൊരു കൈയടി കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പുതുമയുള്ള സാധനം, ഇത്രയും ഫിനാൻഷ്യലി ഒക്കെ എല്ലാം വെൽ സെറ്റിൽഡായ ഒരു പ്രോജക്റ്റിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു രീതിയിൽ ആ സിനിമയെ കൊണ്ടുവരായിരുന്നു എന്നുള്ളൊരു വലിയ റിക്വസ്റ്റ് ഉണ്ട്. നിരാശയില്ല, ഇത്രയും വലിയൊരു എഫേർട്ട് അത് നമ്മൾ മാനിക്കുന്നു. ആസ് എ ആക്ടർ നമുക്കറിയാം ഒരു സിനിമയിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ചെയ്യണമെന്നുള്ളത്. ആ ഒരു എഫേർട്ടിനെ മാനിക്കുന്നു. എങ്കിലും കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഈ സിനിമയെ കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഒരു എല്ലാ വിധത്തിലുള്ള ടെക്നിക്കലി ആയാലും എല്ലാത്തിനും അവർക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ കൂടെയുണ്ട്. സോ അവർക്ക് കുറച്ചുകൂടി ബ്രില്യൻ്റ് ഒരു സ്ക്രിപ്റ്റിങ്ങിലേക്ക്, ഒരു ഡയറക്ഷൻ സൈഡിൽ കുറച്ച് എന്തോ എവിടെയോ ഒരു അല്പം പാളിപ്പോയ പോലെയാണ് മൊത്തത്തിൽ തോന്നുന്നത്. ഫഹദൊക്കെ ഒരു രക്ഷയില്ല. ഫഹദിനെയൊക്കെ ഇനിയും കൂടുതൽ യൂസ് ചെയ്യായിരുന്നു. ആ സിനിമയെ വേറെ മോഡലേക്ക് കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ ജയിലറിലൊക്കെ നിന്നിട്ട്, ജയിലർ പോലൊരു സിനിമ വന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ അതിനേക്കാളും തണുത്തു പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അങ്ങനത്തെ ഒരു ഇത് പറ്റില്ലല്ലോ. ഇപ്പം ഈ പുഷ്പ 2 വന്നത് അങ്ങനെയാണ്. ഒരു ഫയർ സാധനം വന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ ഓക്കെ ആളുകൾ ആങ്സൈറ്റിയോടെ ഇരിക്കുമ്പോൾ അതിനെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. ആ ഒരു നിരാശയുണ്ട്.